ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. നമ്മുടെ ഒരു വർക്കിലെ വ്ളോഗ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ കുറച്ച് ആൾക്കാരെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മുണ്ട്, ദൈവമുണ്ട്, പിന്നെ വേറെ 2 പേരുണ്ട്, പുതുതായിട്ടുള്ള 2 പേര്. ശബ്ദം കുറച്ച് ക്ലാരിറ്റി കുറവാണ്, കാരണം ഞാൻ മൈക്ക് എടുത്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ മൈക്ക് എടുത്തിട്ടില്ല. സൺഡേ ഈവനിങ് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണിത്. കുറച്ച് ദിവസമായിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഒന്നിച്ച്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം സൺസെറ്റ് ആവാറായി. കുറച്ചുകൂടെ കഴിയുമ്പോൾ നന്നായിട്ട് ഇരുട്ടും. ദൈവമൊക്കെ ഓൾറെഡി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ളതിൽ 2 പേര് മാത്രമാണ് ആദ്യമായിട്ട് വർക്കലയിലോട്ട് വരുന്നത്. ബാക്കി എല്ലാവരും പല പ്രാവശ്യം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. കുറച്ച് നേരം ബീച്ചിലൊക്കെ കളിക്കണം, കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുക്കണം, സൺസെറ്റ് കാണണം, പിന്നെ നന്നായിട്ട് ഫുഡ് കഴിക്കണം. അതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അങ്ങനെ പ്ലാൻ പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു. എനിക്ക് വർക്കലയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കഫേ ഇറ്റാലിയാനോ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടല്ലോ, അവിടുത്തെ കോൾഡ് കോഫിയും പ്രോൺസ് പിസയാണ്. അപ്പം അത് കഴിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ചിക്കുവിന് എവിടെയെങ്കിലും പോയാൽ ഒറ്റയ്ക്കൊക്കെ നിന്ന് എൻജോയ് ചെയ്യണം. അപ്പം എന്താ അവൻ അവിടെ നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്, നമുക്ക് അവനെ പോയി ശല്യപ്പെടുത്തിയിട്ട് വരാം. അമ്മവും ദൈവവും കൂടെ റീൽ എടുക്കുകയാണെന്ന് തോന്നി. ഇനി കുറച്ച് സമയം നമുക്ക് അവരുടെ കൂടെ പോയി നടക്കാം. ഈ ഒരു സമയമായപ്പോൾ സൺസെറ്റൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ഇരുട്ടാൻ തുടങ്ങി. വീഡിയോസൊന്നും നമ്മൾ ഫുൾ കറുത്തിട്ടായിരുന്നു, പിന്നെ നമ്മളെ കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കാൻ നമ്മൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ വേറെ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നുമില്ല. നടന്ന് ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചു. പടിയൊക്കെ കയറി വരണമല്ലോ താഴെ നിന്ന് മുകളിലോട്ട് വരണമെങ്കിൽ. അത് സത്യം പറഞ്ഞാൽ പുറകിൽ ആളുള്ളത് കൊണ്ട് മാത്രം ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കയറി. അല്ലെങ്കിൽ ബാക്കി എന്ന് പറഞ്ഞവർക്ക് കയറാൻ പറ്റൂലല്ലോ. പിന്നെ അവിടെ നിന്ന് പിന്നെ ഒരുപാട് നടക്കാനുണ്ടായിരുന്നു. അങ്ങ് അറ്റത്തല്ലേ ആ കഫേ വരുന്നത്, പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. പ്രോൺസ് പിസയും കോൾഡ് കോഫിയും എക്സ്ട്രാ നമ്മൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഫ്രൈഡ് റൈസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കഴിച്ച അവസാനം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി, അത്രയും കഴിച്ചു. എന്തായിരുന്നാലും ഫുഡൊക്കെ അടിപൊളിയാണ്. എപ്പോഴത്തെയും പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ക്വാണ്ടിറ്റിയുള്ള ഫുഡ് ഐറ്റംസാണ്. പിന്നെ ഓവർ പ്രൈസ്ഡും അല്ല. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. കമ്പാരിറ്റീവ്ലി ബാക്കി കഫേ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ച് കുറവ് പ്രൈസായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ചിട്ട് ക്വാളിറ്റിയും ആ ടേസ്റ്റും ഒന്നും ഒട്ടും കോംപ്രമൈസ്ഡ് അല്ല. നല്ല അടിപൊളി ടേസ്റ്റൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു വൈബും അടിപൊളിയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ആ മൈൽഡ് മ്യൂസിക്കും പിന്നെ കടലിൻ്റെ ശബ്ദമൊക്കെ ആയിട്ട്. നൈറ്റ് വരുന്നതിനേക്കാളിലും നൈറ്റിൻ്റേതായിട്ടുള്ള ഒരു വൈബുണ്ട്. പക്ഷെ മോർണിംഗ് വരുവാണെങ്കിൽ നമുക്ക് ആ കടലിൻ്റെ ഒരു ഭംഗിയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടല്ലേ, കടലൊന്നും കാണാൻ പറ്റത്തില്ല. രാവിലെ ആണെങ്കിൽ ആ സൈഡിലത്തെ സീറ്റിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ വ്യൂ ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിക്കാം. വയറ് നിറഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് നടക്കുന്നതും ഒരു ടാസ്ക് തന്നെയായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും ട്രിപ്പൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.